അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, സൂറത്തു സജ്ദയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ 2 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3-4 ആയത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. 3-ാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. മക്കയിലെ മുശ്രിക്കുകൾ വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാതെ തള്ളിക്കളയുമ്പോൾ വിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവിൽ നിന്നാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായി അത് പഠിപ്പിക്കുന്ന ചില വചനങ്ങളാണ് 2-3 ആയത്തുകൾ. 2-ാമത്തെ ആയത്തിൽ അതിൻ്റെ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. 3-ാമത്തെ ആയത്തിൽ അല്ലാഹു ഒരു ആശ്ചര്യത്തോടുകൂടിയും നിഷേധാത്മകമായ രൂപത്തിലും ഒരു ചോദ്യം, അതിൻ്റെ ഒരു ഭാഗം ഇവിടെ പ്രസക്തമായ ഒരു രൂപത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അം എന്ന് ചോദിച്ചാൽ തന്നെ അതൊരു ചോദ്യമാണ്. അം എന്നത് ഒരു ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്. അം യഖൂലൂന, അവർ പറയുകയാണോ എന്ന് വെച്ചാൽ ഒരു ആശ്ചര്യത്തോടു കൂടി, അതോടൊപ്പം നിഷേധത്തോടു കൂടിയാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം അവർ പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവും ഇത്രയും സത്യമായ ഒന്നിനെ അത് ഈ രൂപത്തിൽ നിങ്ങൾ പറയുകയാണോ എന്ന ആശ്ചര്യത്തോടു കൂടിയുമാണ് അള്ളാഹു ഇവിടെ ഈ ഒരു ഭാഗം അവതരിപ്പിക്കുന്നത്. അം യഖൂലൂന, അവർ പറയുകയാണോ, ഇഫ്തറാഹ്. ഇഫ്തറ എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടി ഉണ്ടാക്കിയത് എന്നാണ്. കെട്ടി ഉണ്ടാക്കിയത് ഏതിനെ? വിശുദ്ധ ഖുർആനിനെ നിർമ്മിച്ചത്, വ്യാജമായി നിർമ്മിച്ചത് എന്നതാണ് ഇഫ്തറ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ, വിശുദ്ധ ഖുർആനിനെ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണോ അവർ പറയുന്നത്? ഇതെത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണല്ലോ എന്ന രൂപത്തിലാണ് അള്ളാഹു അവിടെ പറയുന്നത്. അം യഖൂലൂന ഇഫ്തറാഹ്, എന്നാൽ അത് കെട്ടിച്ചമച്ചത് എന്നാണോ അവർ പറയുന്നത്? ബൽ, അല്ല, അങ്ങനെയല്ല കാര്യം. പക്ഷേ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക്, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, താങ്കളുടെ റബ്ബിൽ നിന്ന് ആണ് അത് സത്യമായി വന്നതാണ്. ഹുവൽ ഹഖ്, അത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം ഒന്നേ ഉണ്ടാവുള്ളൂ. ആ യാഥാർത്ഥ്യം എന്താണ്? അത് റബ്ബിൽ നിന്ന് വന്നതാണ് എന്ന യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നും ഒരിക്കലും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അള്ളാഹുവിൻ്റെ കലാം എന്നതാണ് വിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരിക്കലും വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല എന്നത് പ്രത്യേകം നമ്മൾ ഊന്നിപ്പടിക്കേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും സൃഷ്ടിയല്ല, അത് സ്രഷ്ടാവിൻ്റെ വചനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം അള്ളാഹു പറയുന്നു ഹുവൽ ഹഖ്, അതാകുന്നു സത്യം. ഏതാകുന്നു? അള്ളാഹുവിങ്കൽ നിന്നാണ് ഈയൊരു സത്യമായ വിശുദ്ധ വേദഗ്രന്ഥം അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. ഇനി എന്തിനാണ് ഈ വേദഗ്രന്ഥം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അതുകൂടി അള്ളാഹു വിശദീകരിക്കുന്നു. അള്ളാഹു എല്ലാം കൃത്യമായി വിശദീകരിച്ചു നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥം അള്ളാഹുവിങ്കൽ നിന്ന് വന്നതാണ് എന്നും ആ വേദഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യമെന്താണെന്നും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ വേദഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം ലിയുൻദിറ ഖൗമൻ, ആ ജനതയെ താക്കീതു നൽകുവാൻ, ആ ജനതയ്ക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി, നരകമുണ്ട്, സ്വർഗമുണ്ട്, നിഷേധിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടി വരിക എന്ന കൃത്യമായ താക്കീതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാ അതാഹും, അവർക്ക് വന്നിട്ടില്ല, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനും, മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വരാത്ത ഒരു ജനപദമാണ് ഈ മക്കയിലെ ആളുകൾ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ഏകദേശം 2000 വർഷങ്ങളോളം അറബി മണ്ണിൽ മക്കയിലെ നിവാസികൾക്കു വേണ്ടി ഒരു പ്രവാചകനും വന്നിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരൊക്കെ പിന്നീട് അവിടെ എത്തിപ്പെടുകയും അങ്ങനെയുള്ള പ്രബോധനങ്ങൾ നടത്തിയെന്നതല്ലാതെ 2000 വർഷങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് ഒരു പ്രവാചകൻ ആ മണ്ണിൽ വന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടൊരിക്കലും അവിടെ തൗഹീദ്
മാഞ്ഞു പോയിട്ടില്ല. ഋജുമനസ്കരായ ഹനഫാക്കൾ ആ മക്കയിലെ മണ്ണിലുണ്ടായിരുന്നു. വർഖത്ത് ബിൻ നൗഫൽ അതിനുദാഹരണമാണ്. റബ്ബിനെ അറിയുന്ന, തൗഹീദ് ഉൾക്കൊണ്ട, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, ഏകദൈവത്തിൽ വിശ്വസിച്ച നിഷ്കളങ്കന്മാരായ തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ മക്കയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രവാചകന്മാർ വന്നിട്ടില്ല. 2000 വർഷങ്ങൾക്കിപ്പുറമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയിലെ മണ്ണിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. അതും ഖുറൈശികളിൽ നിന്ന് നിയോഗിക്കപ്പെടുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് താക്കീതുകാരൻ വന്നിട്ടില്ല. കാരണം ആ ജനപദം വർഷങ്ങളോളം പ്രവാചകന്മാരില്ലാതെ അവരുടെ ജീവിതം നയിച്ചവരാണ്. അങ്ങനെ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. മുമ്പൊന്നും പ്രവാചകന്മാർ വരാതിരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടി അവിടെ മനസ്സിലാക്കാനുണ്ട്. ചില നാടുകളിൽ, ചില ഗോത്രങ്ങളിൽ, ചില സമുദായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി പ്രവാചകന്മാരെയും നബിമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് പ്രവാചകന്മാരും നബിമാരും ജീവിച്ചിരുന്ന കാലഘട്ടം ഒരു സമുദായത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഇവിടെ ഈ മക്കക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രവാചകനോ നബിയോ പോയിട്ടില്ല എന്നത് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു നൽകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആയത്തിൽ അങ്ങനെ പറഞ്ഞത് എന്ന് മുഫസ്സിരിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഅല്ലഹും യഹ്തദൂൻ. ലഅല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുടെ ഒരു പദമാണ്. അവർ ഒരു പക്ഷേ ഹിദായത്തിലായേക്കാം എന്നല്ല ശരിക്കും അവിടെ നമ്മൾ അർത്ഥം വെക്കേണ്ടത്. മറിച്ച് ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ട് പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട്, അതായത് റിസാലത്തിനെ സ്വീകരിച്ച് അംഗീകരിച്ച് വിശ്വസിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുറുകെ പിടിക്കുന്നവർ, അവർ സന്മാർഗം സിദ്ധിക്കും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇനി 4-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് കേൾക്കാം. അല്ലാഹുല്ലദീ ഖലഖസ്-സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് മാ ലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ അഫലാ തതദക്കറൂൻ. 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പരിചയപ്പെടുത്തി നൽകുകയാണ്. അല്ലാഹു ആരാണ്, അല്ലാഹുവിൻ്റെ കഴിവെന്താണ്, അതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നു. അല്ലാഹു അവൻ, അല്ലദി എങ്ങനെയുള്ളവനാകുന്നു, ഖലഖസ് സമാവാതി വൽ അർദ് ഖലഖ സൃഷ്ടിച്ചു, അസ്സമാവാത്ത് ആകാശങ്ങളെ, വൽ അർദ് ഭൂമിയെ. അപ്പോൾ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ സ്രഷ്ടാവാകുന്നു അല്ലാഹു. അപ്പം ഞാൻ 2-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അല്ലാഹു ആരായിരിക്കണം, ദൈവം ആരായിരിക്കണം, ഒന്ന് ഖാലിക്കായിരിക്കണം എന്ന് പറഞ്ഞു. അതിവിടെ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു ആരാണ്? അല്ലാഹു ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു. അപ്പോൾ സ്രഷ്ടാവാണ് അല്ലാഹു, ഖാലിക്കാണ് അല്ലാഹു എന്ന് നമുക്കിവിടെ പഠിപ്പിച്ചു. വമാ ബൈനഹുമ, അതിനിടയിലുള്ള സംഗതികളെ മുഴുവൻ, ആകാശത്തിലും ഭൂമിയിലും അതിൻ്റെ ഇടയിലുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ചതാരാണ്? അത് അല്ലാഹുവാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ല മാത്രമാണ്. എന്നിട്ട് പറയുന്നു ഫീ 6 അയ്യാമിൻ, എത്ര ദിവസം കൊണ്ടാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്? 6 ദിവസങ്ങൾ കൊണ്ടാണ്. ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ മേൽ ഉപവിഷ്ടനായി. എന്നിട്ട് പറയുന്നു മാ ലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഅ, അല്ലാഹുവിന് പുറമെ ഒരാളും നിങ്ങൾക്ക് സഹായിയായിക്കൊണ്ടോ ശുപാർശകനായിക്കൊണ്ടോ ഉണ്ടാവുകയില്ല. അഫലാ തതദക്കറൂൻ, നിങ്ങളെന്താ ചിന്തിക്കാത്തത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇവിടെ ആകാശഭൂമികളെ സൃഷ്ടിച്ചു, അതിനിടയിലുള്ളതിനെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഫീ 6 അയ്യാമിൻ, 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നും പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സൃഷ്ടിക്കുമ്പോൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ശനിയാഴ്ച ദിവസത്തിൽ മണ്ണിനെ സൃഷ്ടിച്ചു,
ഞായറാഴ്ച ദിവസത്തിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, തിങ്കളാഴ്ച ദിവസത്തിൽ വൃക്ഷത്തെ സൃഷ്ടിച്ചു, ചൊവ്വാഴ്ച ദിവസത്തിൽ വെറുക്കപ്പെട്ട മോശപ്പെട്ട കാര്യങ്ങളെ സൃഷ്ടിച്ചു, ബുധനാഴ്ച ദിവസം പ്രകാശത്തെ സൃഷ്ടിച്ചു, വ്യാഴാഴ്ചയിൽ ജന്തുജാലങ്ങളെ സൃഷ്ടിച്ചു, ജന്തുക്കളെ സൃഷ്ടിച്ചു, വെള്ളിയാഴ്ചയുടെ പകലിൻ്റെ ഏറ്റവും അവസാന സമയത്ത് ആദമിനെയും സൃഷ്ടിച്ചു എന്നാണ്. ഇങ്ങനെ അള്ളാഹു 6 ദിവസങ്ങൾ കൊണ്ട് ആകാശഭൂമികളെയും സൃഷ്ടിച്ചു. പിന്നീട് അതിലെ ഓരോ സൃഷ്ടിപ്പിനെയും, ഓരോ വിഭാഗം സൃഷ്ടികളെയും ഓരോ ദിവസങ്ങളിൽ സൃഷ്ടിച്ചു എന്നാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തവ അലൽ അർഷ്, അള്ളാഹു അർഷിൻ്റെ മേൽ ഉപവിഷ്ടനായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇസ്തവ എന്ന പദം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഇസ്തവയ്ക്ക് 3-4 അർത്ഥങ്ങൾ കാണാൻ കഴിയും. ഇസ്തവ എന്ന അതുമാത്രം പറയുമ്പോൾ പൂർണ്ണത പ്രാപിച്ചു, കെമുല, തമ്മ എന്ന അർത്ഥങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇസ്തവ അതിനോടൊപ്പം വാവ് ചേർന്ന് വന്നാൽ, ശേഷം വാവ് ചേർന്ന് വന്നാൽ സമമായി എന്നാണ്, ഒപ്പമായി എന്ന അർത്ഥം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ, ഇസ്തവ എന്നതിനോടൊപ്പം ഇല ചേർത്ത് ബാക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ചു, കസ്ദ്, ലക്ഷ്യമാക്കി എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഇസ്തവ അല, ഇവിടെ ആയത്തിൽ നമുക്കുള്ളത് ഇസ്തവ അലൽ അർഷ്, അള്ളാഹു അർഷിന്റെ മേൽ ഉപവിഷ്ടനായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇസ്തവ അല എന്ന് പറഞ്ഞാൽ കയറി, മീതെയായി, ഉയർന്നു നിന്നു എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ നമുക്കവിടെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ ആയത്തിലുള്ളത് ഇസ്തവ അലൽ അർഷ്, അള്ളാഹു അർഷിന്റെ മേൽ ഉപവിഷ്ടനായി, അർഷിന്റെ മുകളിൽ കയറി, അതുപോലെ തന്നെ മീതയായി എന്ന അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇനി എന്താണ് അർഷ് എന്ന് പറഞ്ഞാൽ? അർഷ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ മഹിമയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സ്വർഗത്തിൻ്റെ ഉന്നതമായ ദർജ, സ്വർഗത്തിന് 100 ദർജകളുണ്ട് എന്നും ആ 100 ദർജകളിൽ ഉന്നതമായ ദർജ എന്നത് ഫിർദൗസ് ആണ് എന്നും ആ ഫിർദൗസിൻ്റെ മുകളിലാണ് അർഷുള്ളത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ അത്രയും മഹനീയമായ സ്ഥാനത്താണ് അർഷുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും അർഷുൻ അലീം, മഹത്വമേറിയ അർഷ്, അതുപോലെ തന്നെ അർഷുൽ മജീദ്, അതുപോലെ അർഷുൽ കരീം, ദുൽ അർഷിൽ മജീദ്, അതുപോലെ തന്നെ മാന്യമായ അർഷ്, കരീമായ അർഷ്, മജീദായ അർഷ്, ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ ആ അർഷിനെ കുറിച്ച് പ്രത്യേകമായി കൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ആ അർഷിനെ വഹിക്കുന്നത് ആരാൻ? മലക്കുകളാൻ. അല്ലദീന യഹ്മിലൂനൽ അർഷ്, മലക്കുകളിൽ ഒരു വിഭാഗം ആ അർഷിനെ വഹിക്കുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി അർഷിന്റെ വലിപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ച ഹദീസ് കാണാൻ സാധിക്കും. വമ്പിച്ച ആ ഒരു അർഷിൽ, ആ അർഷിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപവിഷ്ടനായത്, കയറിയത് എന്നതെല്ലാം നമുക്ക് ഉയർന്നു നിന്നത് എന്ന അർത്ഥങ്ങളെല്ലാം നമുക്കിവിടെ കൊടുക്കാൻ കഴിയും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അർഷിന്റെ മേൽ ഉപവിഷ്ടനായി 6 ദിവസം കൊണ്ട് ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു ഉപവിഷ്ടനായി എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ ബാക്കി പറഞ്ഞതാണ് മാലക്കും മിൻ ദൂനിഹി മിൻ വലിയും വലാ ഷഫീഇൻ അഫലാ തതദക്കറൂൻ. അല്ലാഹ് പറയണ നിങ്ങൾക്ക് മാലക്കും, നിങ്ങൾക്കില്ല തന്നെ, മാലക്കും മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയുമില്ല നിങ്ങളെ സഹായിക്കാൻ, മിൻ വലിയിൻ, നിങ്ങളുടെ രക്ഷാധികാരിയായിക്കൊണ്ട് നിങ്ങളെ പ്രയാസത്തിൽ, നിങ്ങളുടെ പ്രതിസന്ധിയിൽ, നിങ്ങളുടെ ആപൽ ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതല്ലാതെ ഒരു ശക്തിക്കോ ഒരു സൃഷ്ടിക്കോ ഒന്നിനും സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. മിൻ വലിയിൻ വലാ ഷഫീഇൻ, അതോടൊപ്പം ചേർത്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് യാതൊരു നിലക്കുമുള്ള ശുപാർശകരും ഉണ്ടാവുകയില്ല. കാരണം മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു? ഞങ്ങൾ ലാത്തയോട് ഉസ്സയോട് പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായിക്കൊണ്ടാണ് നമ്മൾ അവരെ സ്വീകരിച്ചത് എന്നാണ്. അള്ളാഹു ഇവിടെ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ ശുപാർശ ചെയ്യാൻ അള്ളാഹുവിന് പുറമെ ഒരാളും ഉണ്ടാവുകയില്ല എന്നും പറയുന്നു. എന്നിട്ട് അവസാനം ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത് അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും പഠിപ്പിച്ചു തന്നിട്ടും കൃത്യമായ ദിശാബോധം പഠിപ്പിച്ചു തന്നിട്ടും പറഞ്ഞു തന്നിട്ടും എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ചിന്തിച്ചു മടങ്ങുവാനാണ്, ചിന്തിച്ച്
ഉൾക്കൊള്ളുവാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അടുത്ത ബാക്കി ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും. ഈ ആയത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥം അത് മഹനീയമാണ് എന്നും അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നും ഒരിക്കലും അത് സൃഷ്ടിയല്ല എന്നും അതിൽ ആ വിശുദ്ധ ഖുർആൻ ഓതുന്നതിലൂടെ പുണ്യമുണ്ട് എന്നും ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നേർമാർഗം സിദ്ധിക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവവും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അർശിൻ്റെ വലിപ്പവും അതോടൊപ്പം ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളയല്ലാതെ രക്ഷിക്കാനും സഹായിക്കാനും ഒരു സൃഷ്ടിയും ഉണ്ടാവുകയില്ല എന്നും അങ്ങനെ തുടങ്ങി വലിയ അധ്യാപനങ്ങളാണ് ഈ രണ്ടായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.